അവര് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവരാരാ? CBI-യോ? അതുകൊണ്ട് പറഞ്ഞുകൊണ്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. രേണുസുതി പോലീസ് സ്റ്റേഷനിൽ അതുലിനെതിരെ പരാതിപ്പെടാൻ പോയി. അവിടെ നിന്നും വഴക്ക് പറഞ്ഞു ഓടിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുൽ ചെയ്ത വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോയിലൊന്നും രേണുസുതി അധിക്ഷേപിച്ചുകൊണ്ട് ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ടൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്ന് കിടക്കുന്നുണ്ട്. അതൊന്ന് ഏകീകരിച്ച് വീഡിയോ ചെയ്തു, അത്രേ ഉള്ളൂ. അതിൽ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു മനുഷ്യൻ കൊല്ലം സുധിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് അന്വേഷിച്ചു, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അത് നമ്മളെല്ലാവരും കണ്ടതാ. അതുകൂടെ തന്നെ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയുടെ ഒരു വോയിസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്തു. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ കാര്യങ്ങൾ റിയാക്ട് ചെയ്യലാണ് നമ്മുടെ ജോലി. തീർച്ചയായിട്ടും നമ്മൾ അത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇപ്പൊ അതുലിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം, അതിനുവേണ്ടി അവർ കൊടുത്ത കുറച്ച് വകുപ്പുകളുണ്ട്.